മാലാ പാർവതി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഈ 2 ദിവസം നടക്കുന്ന സിനിമാ കോൺക്ലേവിൽ എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്? എന്നെ സംബന്ധിച്ച് ഒരു സിനിമാ നയം ഒരു സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം പല തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഒരു സിനിമാ നയം മുന്നോട്ട് വയ്ക്കുന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. കാരണം ഇന്ന് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന കോൺട്രാക്റ്റ് തുടങ്ങി കോൺട്രാക്റ്റ് തന്നെ 1 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് കോൺട്രാക്റ്റ് ഇല്ല, എഗ്രിമെൻറ്റ്. പിന്നെ അതുപോലെ ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് പ്രൊഡ്യൂസറിനാണ്. അത് ചിലപ്പോൾ സംവിധായകൻ്റെ അറിവില്ലാതെ അത് വേണേൽ എഡിറ്റ് ചെയ്ത് വരെ കാണിക്കാം. അങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങൾ, ചെറുതല്ലാത്ത സുരക്ഷ തൊട്ട് ആരോഗ്യം തൊട്ട് പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം ഒരു തരം പരിഹാരമായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു സിനിമാ നയം ഒരു രൂപരേഖയാണല്ലോ, ഒരു സമഗ്രമായ പഠനമാണല്ലോ. സിനിമയിലെ അംഗങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെലിഗേറ്റുകളായിട്ട് ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്യാനുമൊക്കെ അനുവദിച്ചുകൊണ്ട് ഒരു സമഗ്രമായ പല പല ജെൻഡർ ഇൻക്ലൂസിവിറ്റി, ലേബർ കോൺട്രാക്റ്റ്, അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജി, അതുപോലെ റിഡ്രസൽ എന്തൊക്കെയാണ്, ഗ്രീവിയൻസ് റിഡ്രസൽ തുടങ്ങി പല മേഖലകളെ പലതായി വെച്ചുകൊണ്ട് എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് പല സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രാക്ടീസസ് എന്താണെന്ന് പരസ്പരം പഠിക്കാനും അതിൽ നിന്നും കൃത്യമായി പ്ലീനത്തിൽ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ നയം രൂപീകരിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് വരും കാല സിനിമാ പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയാകും, ഉണർവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സിനിമാ മേഖലയിലെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ചൂഷണം, ആ ഒരു വിഷയം കൃത്യമായി നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഹേമ കമ്മിറ്റിയുടെ വിഷയം ആദ്യം തന്നെ അവരുടെ 5-ാമത്തെയോ 6-ാമത്തെ പേജിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഹേമ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തെല്ലാം സ്ഥലങ്ങളിലാണ് ചൂഷണം നടക്കുന്നത്, എവിടെയെല്ലാമാണ് പോരായ്മകൾ, പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് പലരോടും സംസാരിച്ച് പഠിച്ചു കൊടുത്ത രേഖയിലെ റെക്കമെൻഡേഷൻസ് വെച്ചിട്ട് ഇവിടെ ഒരു നയം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയാണ് കോൺക്ലേവ് നടക്കുന്നത്. അപ്പോൾ അതൊരു റൗണ്ട് ആവുകയാണ്. ഒരിടത്തുനിന്ന് അന്വേഷണം തുടങ്ങി പഠിച്ചു, അതിനെ പിന്നീട് എക്സ്പേർട്ടുകൾ സംസാരിച്ചു, അത് നയമായി രൂപീകരിക്കും. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് പ്രാവർത്തികമാക്കണം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ചൂഷണത്തെ തടയാൻ വ്യക്തികൾക്ക് സാധിക്കില്ല. ഈ സിനിമ പോലെ ഒരു കാര്യം ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യമല്ല, പലരും ഇടപെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്കതിനകത്ത് ഇവിടെ ചൂഷണം നടക്കുന്നു, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് അറിയാൻ പറ്റുക. ആരാ ഒരു കാസ്റ്റിംഗ് കോൾ വന്നു, അതിനകത്ത് ലൈംഗിക ചൂഷണം മാത്രമല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പകുതി ജോലി കഴിയുമ്പോൾ അഡ്വാൻസ് മാത്രം ഇട്ടിട്ട് അവർ പോവും, പൈസ തരില്ല. ചിലപ്പോൾ നമ്മൾ മുറിക്കകത്ത് പിന്നെ എല്ലാ റൂമൊക്കെ എടുത്ത് തന്നിട്ട് പ്രൊഡ്യൂസർ മുങ്ങും, നമ്മൾ ഹോട്ടലിലെ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും. വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നമ്മൾ പെട്ടുപോകും. പിന്നെ ചിലപ്പോൾ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷയില്ലാതെ അത് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും തന്നെ നമുക്കൊരു കർശനമായി ഇത് വേണമെന്ന് പറയാനായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് ഒന്നും ഒരു അവകാശവും ഇല്ല. കാരണം അത് പ്രൊഡ്യൂസറിന് അധിക ചിലവാണെന്ന് പറഞ്ഞാൽ നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ. രാത്രിയുള്ള യാത്രകൾ, താമസ സ്ഥലം തരുന്നത്, ശുചിമുറി തുടങ്ങി വളരെ ഗൗരവമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരെ, ഹെൽത്ത് ഹസാർഡ്സ് വരെ നമുക്ക് സംഭവിക്കാമെങ്കിൽ സംഭവിച്ചു എന്ന് പറയാനല്ലാതെ അതിനകത്ത് വേറെ മാർഗം. അപ്പോൾ ഒരു സിനിമാ നയം വരുമ്പോൾ അത് വലിയ മാറ്റത്തിനും പ്രതീക്ഷിക്കും. ഒരു കരട് രേഖയാണല്ലോ, അതിൽ നിന്നും നിയമമുണ്ടാവും. അപ്പോൾ അത് വലിയ പ്രതീക്ഷയാണ് സിനിമാ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ളത്. അതിന് ഒരു വലിയ തരത്തിൽ WCCയുടെ അംഗങ്ങളെയും ഞാൻ ഈ നേരത്തെ ശ്ലാഘിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച പത്മപ്രിയ, പാർവതി തിരുവോത്ത്, അഞ്ജലി മേനോൻ, ബീന പോൾ വേണുഗോപാൽ തുടങ്ങിയ ആ സംഘത്തിനെ മുഴുവൻ പേരെയും ശ്ലാഘിക്കുകയാണ്. അമ്മ എന്നൊരു സംഘടന സിനിമാ പ്രവർത്തകർക്കായി സിനിമാ മേഖലയിലുണ്ട്. പക്ഷേ നിങ്ങൾ ഈ സർക്കാർ ഇടപെട്ട് ഈ ഒരു കോൺക്ലേവ് അല്ലെങ്കിൽ ഒരു സിനിമാ നയം രൂപീകരിക്കുമ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഈ സർക്കാരിന് ഇടപെട്ട് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു ആ രീതിയിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. 500 പേരടങ്ങുന്ന ഒരു സംഘമാണ് അമ്മ. 500 പേര് 550 സ്വമേധയാ പണം കൊടുത്ത് ചേരുന്ന ഒരു ക്ലബ്ബ്. അവർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ തന്നെ പറയുന്നുണ്ട് അത് ക്ലബ്ബാണ്. അതിൽ 15 വർഷത്തോളം സിനിമയിൽ അഭിനയിച്ചിട്ടില്ലാത്ത അംഗങ്ങൾ വരെ ഉണ്ട്. അവിടെ ഒരുപാട് പേര് അരക്ഷിതരായി സിനിമയിൽ പ്രവർത്തിച്ചിരുന്നവർ, സിനിമയില്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണം, അവർക്ക് കൈനീട്ടം, കൃത്യമായി പണം, മരുന്ന്, ചികിത്സ എല്ലാം നടക്കുന്ന, അവരെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള അവശ്യ കലാകാരന്മാരെന്ന് വിളിക്കാതെ ഏറ്റവും മാന്യമായി സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന, അസുഖം വരുമ്പോൾ വളരെ കൃത്യമായി പേ വാർഡിലൊക്കെ കിടന്ന് നല്ല ചികിത്സ വാങ്ങിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഘമാണ്. ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അമ്മ കയറുന്നത്. അമ്മ ഇവിടെ പൊതു സിനിമയെ ശുചീകരിക്കാനും അങ്ങനെ ഒരു കാര്യത്തിനും അമ്മ ഇടപെടുന്നില്ല. അത് എങ്ങനെയോ വന്നൊരു തെറ്റിദ്ധാരണയാണ്. അംഗങ്ങൾക്കാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ.
അംഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പലരും റേസ് ചെയ്യുന്ന വിഷയങ്ങൾ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോഴും ആ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്. കാരണം അമ്മയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അതിന് അംഗീകാരം. സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നതിൽ പുതിയ തലമുറയിൽ പകുതി കൂടുതൽ പേരും അമ്മയിലെ അംഗങ്ങളല്ല. 550 പേരുള്ള ഒരു സംഘമാണ് അമ്മ. തെറ്റിദ്ധാരണയാണ് ഒരുപാട് കാര്യങ്ങൾ അമ്മയെക്കുറിച്ച് പരക്കുന്നത്. അമ്മ ഒരു വലിയ സാംസ്കാരിക സംഘമാണ്. അവിടെ ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും ഉള്ളതിൻ്റെ പേരിലാണ് ഇത്രയും ഫോക്കസ് അവിടെ വരുന്നത്. പക്ഷേ അവർക്ക് സിനിമയിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള അധികാരമുള്ള ഒരു സംഘമല്ല, അത് സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്ത് ചരിത്രത്തിലാദ്യമായി അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് ഒരു സ്ത്രീ വരുമോ? അവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നുണ്ട്. ഒരു സ്ത്രീ വരണമെന്ന് കുറേ പേരൊക്കെ ആഗ്രഹിക്കുന്നു. ജഗദീഷ് ആ ഒരു അർത്ഥത്തിൽ പിന്മാറുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സ്ത്രീ വരട്ടെ, അതുകൊണ്ട് താൻ പിന്മാറുന്നു എന്നൊക്കെയാണ്. എന്നാലും 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു പുതിയ ഒരു തെരഞ്ഞെടുപ്പും ഈ രീതിയിൽ ചിലരുടെയൊക്കെ പിന്മാറ്റത്തേക്ക് എങ്ങനെയാണ് താങ്കൾ നോക്കി? തെരഞ്ഞെടുപ്പ് സൗഹാർദ്ദത്തോടെ എന്നാൽ ശക്തമായി മത്സരിക്കട്ടെ. നമ്മുടെ അംഗങ്ങളെ തന്നെയല്ലേ എല്ലാവരും ഒരു അംഗങ്ങളുള്ളവർ എല്ലാവരും അമ്മയുടെ മക്കൾ എന്നൊരു സങ്കല്പമാണല്ലോ. ആണും പെണ്ണും എന്നില്ല, മത്സരിക്കട്ടെ. സ്ത്രീകൾ വരുന്നത് ചരിത്രം തന്നെയാണ്, അഥവാ വന്നാൽ എന്നേ പറയാൻ പറ്റുള്ളൂ. എലക്ഷനാണ്. അവിടെ ഒരാൾ ജയിച്ചു എന്ന് നമുക്കിപ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. ഇന്ന് 31 ആയതേ ഉള്ളൂ. ഇനി 15 ദിവസം വോട്ട് എഴുതി വോട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അൻസിബ ജയിച്ചു. അത് തന്നെ ഒരു സ്ത്രീപക്ഷത്തിൻ്റെ ഒരു കാലെടുത്ത് വെപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കത് കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. സിനിമാ കോൺക്ലേവിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും. ക്യാമറാമാൻ രാജേഷിനൊപ്പം അൻഫിലിപ്പ് ഡിസൂസ.